ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു എഗ്ലെസ് വാനില സ്പഞ്ച് കേക്ക് നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ചാണിത്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു 2 kg വെയിറ്റ് വരുന്ന സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ഒരു 2.25 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും ഒരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്ത ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ശേഷം ഒരു ബൗൾ എടുത്തത് അതിലേക്ക് 2 കപ്പ് ബട്ടർ മിൽക്കും 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കുക. പഞ്ചസാര നന്നായി അലിയുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഇത് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലും ബട്ടർ മിൽക്കും എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് 1.5 ടീസ്പൂൺ മതിയാകും. വാനില എസൻസ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് കുറേശ്ശെയായി ഇളക്കി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അവിടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരു റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയാം. ഈ കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം. ഇതൊരു 9 ഇഞ്ച് വലിപ്പം വരുന്നൊരു ടിന്നാണ് ഞാനിത് എടുത്തേക്കുന്നത്. നമുക്കിനി ബാറ്റർ ടിന്നിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഓവനിൽ വെച്ച് ഒരു 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോഴേ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.